PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് ഡെയിലി വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 200 ഡേ ചലഞ്ച് ആണ് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എക്സാം ഡേറ്റ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 2, 9 തീയതികളിലായിട്ടാണ് എക്സാം നടക്കുന്നത്. 200 ഡേ ചലഞ്ചിൽ ഇന്ന് നമ്മൾ 74ാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും ദിവസം നമ്മൾ കൃത്യമായിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ പ്രീവിയസ് ഇയർ സെറ്റ് വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. SCRT പാഠപുസ്തകത്തിന് അടിസ്ഥാനപ്പെട്ട് സെപ്പറേറ്റ് വീഡിയോസ് ഒക്കെ ഇതിന്റെ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഓൾറെഡി നമ്മൾ 200ന് മുകളിൽ ക്ലാസ്സുകൾ ആയിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഈ സിലബസ് ബേസ്ഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും കംപ്ലീറ്റ് ചെയ്ത് നൽകുന്നതായിരിക്കും. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമുക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ കാണുന്നതെങ്കിൽ, PSC ഗ്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ, ഒന്ന് കമന്റ് ചെയ്ത് നമ്മോട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റഡി മെറ്റീരിയൽസ് നൽകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരുപാട് ടോപ്പിക്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഡെയിലി വീഡിയോ കണ്ടു നോക്കുന്നവർക്ക് അറിയാം, ഒത്തിരി ടോപ്പിക്സ് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 2024 പ്രീവിയസ് ഇയർ സെറ്റ് മൊത്തം കംപ്ലീറ്റ് ആക്കി. SCRT 5ഉം 6ഉം ക്ലാസ്സിലൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 9ാം ക്ലാസ്സാണ് SCRT പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളും എടുക്കുന്നുണ്ട്. ഡെയിലി 3 ക്ലാസ്സുകൾ വെച്ച് അസിസ്റ്റന്റ് സെയിൽസ്മാൻ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. കൃത്യമായിട്ട് കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞ് മുമ്പുള്ള വീഡിയോ കാണാം കേട്ടോ. പൊതുവിജ്ഞാനം ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ആക്കി. കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും കംപ്ലീറ്റ് ആക്കി. ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും കംപ്ലീറ്റ് ആക്കി. ഭൗതിക ശാസ്ത്രം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ രസതന്ത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ്, ആറ്റവും തന്മാത്ര തുടങ്ങിയ അക്വോർജിയ വരെ നമ്മൾ നോക്കി. ഇന്നത്തെ ക്ലാസ്സിൽ മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങൾ, അലോഹങ്ങൾ, ഭൗതിക രാസഭൗതിക മാറ്റങ്ങൾ, രാസപ്രവർത്തനങ്ങൾ, ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങൾ എന്ന് പറയുന്ന 2ാമത്തെ ടോപ്പിക്കാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് 2ാമത്തെ ടോപ്പിക്ക് വിശദമായി തന്നെ നോക്കാം. അപ്പോ മൂലക വർഗീകരണത്തിന്റെ സമഗ്രമായ ഉപാധിയാണ് എന്ത്, ആവർത്തന പട്ടിക എന്ന് പറയുന്നത്. മൂലക വർഗീകരണത്തിന്റെ സമഗ്രമായിട്ടുള്ള ഉപാധിയാണ് ഈ ആവർത്തന പട്ടിക. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആന്റോണിയൻ ലാവോസിയാണ്. ആന്റോണിയൻ ലാവോസിയാണ് മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ. 1789 ലാവോസിയ 30 മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചു. അപ്പൊ 1789 ലാവോസിയ എന്ത് ചെയ്തു, 30 മൂലകങ്ങളെ ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും എന്ത് ചെയ്തു, വർഗീകരിച്ചു. ലാവോസിയുടെ വർഗീകരണത്തിന്റെ പരിമിതി ഉപലോഹങ്ങളെ ഉൾപ്പെടുത്താൻ കഴിയാത്തതാണ്. അപ്പൊ ലാവോസി ഇങ്ങനെ ലോഹങ്ങളെ അലോഹങ്ങളെ ഉൾപ്പെടുത്തിയപ്പോ എന്ത് ചെയ്തു, ഉപലോഹങ്ങളെ ഉൾപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത് അദ്ദേഹത്തിന്റെ വർഗീകരണത്തിന്റെ ഒരു പരിമിതിയായിട്ടാണ് പറയപ്പെടുന്നത്. മൂലകങ്ങളെ അവയുടെ ആറ്റോമിക മാസിന്റെ ക്രമത്തിൽ വിന്യസിച്ച റഷ്യൻ ശാസ്ത്രജ്ഞനാണ് ദിമിത്രി ഇവാനിച്ചോ മെന്റലീവ് കേട്ടോ. മെന്റലീവ് എന്ത് ചെയ്തു, മൂലകങ്ങളെ അവയുടെ ആറ്റോമിക മാസിന്റെ ക്രമത്തിൽ വിന്യസിച്ച റഷ്യൻ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ പേരെന്താ, രസതന്ത്ര ശാസ്ത്രജ്ഞനാണ് കേട്ടോ അദ്ദേഹം. 1869 അദ്ദേഹം ഇത് ചെയ്യുന്നത്. മെന്റലോവിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാ, ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. എങ്ങനെയാണ്, ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് മെന്റലേവിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. ആ മൂലക വർഗീകരണത്തിന്റെ സമഗ്രമായ ഉപാധി എന്ന് പറയുന്നത് എന്താണ്, ആവർത്തന പട്ടികയാണ്. മൂലകങ്ങളുടെ വർഗീകരണം തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആന്റോണിയൻ ലാവോസിയോ ആണ്. 1789 ലാവോസിയോ 30 മൂലകങ്ങളെ ലോഹങ്ങൾ എന്നും അലോഹങ്ങൾ എന്നും വർഗീകരിച്ചു. പക്ഷെ ഉപലോഹങ്ങൾ ഉൾപ്പെടുത്താത്ത അദ്ദേഹത്തിന്റെ ഈ പട്ടികയിലെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആയിട്ട് നമുക്ക് പറയാം. മെന്റലീവ് ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാ, ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ. എങ്ങനെയാ, ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണെന്ന് ഓർക്കുക. ഇനി ആവർത്തന പട്ടികയുടെ പിതാവ് എന്താണ്, ദിമിട്രി മെന്റലീവയാണ് ആവർത്തന പട്ടികയുടെ എന്തെന്നറിയപ്പെടുന്നത്, പിതാവെന്ന് അറിയപ്പെടുന്നതെന്ന് ഓർക്കുക കേട്ടോ. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് ആര്, ഹെൻറി മോസ്ലി. ഹെൻറി മോസ്ലി ആണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. മൂലകങ്ങളെ അവയുടെ ആറ്റോമിക മാസിന്റെ ക്രമത്തിൽ വിന്യസിച്ച രസതന്ത്രജ്ഞൻ. മൂലകങ്ങളെ അവയുടെ ആറ്റോമിക മാസിന്റെ ക്രമത്തില് വിന്യസിച്ച രസതന്ത്രജ്ഞൻ ആരാണ്, മെന്റലീവ് ആണ് കേട്ടോ. മെന്റലീവ്. മൂലകങ്ങളെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചത് മോസ്ലിയാണ്. മൂലകങ്ങളെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചത് ആരാ, മോസ്ലിയാണ്. ആറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ലോതർ മേയർ ആണ്. അപ്പൊ ലോതർ മേയർ ആണ് എന്ത് ചെയ്തത്, നമ്മുടെ ആറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നു. അപ്പൊ ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിട്രി മെന്റലീവ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി ആണ്. മൂലകങ്ങളെ അവയുടെ ആറ്റോമിക മാസിന്റെ ക്രമത്തിൽ വിന്യസിച്ച രസതന്ത്രജ്ഞനാണ് ആര്,
മെന്റലീവ് എന്ന് പറയുന്ന മൂലകങ്ങളെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചത് ആരാണ്? മോസ്ലി ആണ്. ആറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ലോതർ മേയർ ആണെന്ന് കൂടി ഓർക്കുക. ആവർത്തന പട്ടികയിൽ സമാന്തരമായിട്ടുള്ള കോളങ്ങളെ പിരീഡുകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ആവർത്തന പട്ടികയിൽ സമാന്തരമായിട്ട് വരുന്നതാണ് ഏത്? പിരീഡുകൾ. ആവർത്തന പട്ടികയിൽ കുത്തനെയുള്ള കോളങ്ങൾ സമാന്തരമായിട്ട് വരുന്നത് പിരീഡുകൾ, കുത്തനെയുള്ള കോളങ്ങൾ എന്താണ് വരുന്നു? അത് ഗ്രൂപ്പുകളാണെന്ന് ഓർക്കുക. ആവർത്തന പട്ടികയിൽ ആകെ എത്ര പിരീഡുകൾ ഉണ്ട്? 7 പിരീഡുകളും 18 7 ഗ്രൂപ്പുകൾ എത്രയാണ്? 18. അപ്പൊ ആവർത്തന പട്ടികയിൽ സമാന്തരമായിട്ടുള്ള കോളങ്ങൾ പിരീഡുകൾ, കുത്തനെയുള്ള കോളങ്ങൾ ഗ്രൂപ്പുകൾ. ഗ്രൂപ്പുകൾ എത്ര ഉണ്ട്? 18ഉം പിരീഡുകൾ എത്ര ഉണ്ട്? 7ഉമാണ് ഉള്ളത്. ഇനി ഗ്രൂപ്പും കുടുംബവും മൂലകങ്ങളും ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഗ്രൂപ്പും കുടുംബവും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. മൂലകങ്ങൾ പഠിച്ചു വെക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ചോദിക്കുന്ന മൂലകങ്ങൾ കുറച്ച് ഞാൻ പറഞ്ഞു തരാം. എന്നിരുന്നാൽ പോലും എപ്പോഴും ഒരു ജനറൽ ഒരു 10th ലെവൽ ആ ഒരു ലെവലുള്ളതിലൊക്കെ എപ്പോഴും ഈ ഗ്രൂപ്പും കുടുംബവുമാണ് ചോദിക്കുന്നത്. കുറച്ചും കൂടെ ഡിഗ്രി ഒരു എക്സ്റ്റൻഷൻ +2 ലെവലൊക്കെയാണ് കൂടുതലായിട്ടും മൂലകങ്ങളൊക്കെ ചോദിക്കാറ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഓർത്തിരിക്കാവുന്ന ഒരു ക്ലൂ കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഒന്നാം ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ, രണ്ടാം ഗ്രൂപ്പ് ആൽക്കലി എർത്ത് ലോഹങ്ങൾ, 13ആം ഗ്രൂപ്പ് ബോറോൺ കുടുംബം, 14ആം ഗ്രൂപ്പ് കാർബൺ കുടുംബം, 15ആം ഗ്രൂപ്പ് നൈട്രജൻ കുടുംബം, 16ആം ഗ്രൂപ്പ് ഓക്സിജൻ കുടുംബം, 17ആം ഗ്രൂപ്പ് ഹാലോജനുകൾ, 18ആം ഗ്രൂപ്പ് അലസവാതകങ്ങൾ. അപ്പൊ ഈ ഗ്രൂപ്പും കുടുംബവും ഞാനൊരു സ്റ്റോറി പറയാം. ആ സ്റ്റോറി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അതായത് ഒരു വീട്, ആ വീട്ടിലെ അമ്മ രാവിലെ അലക്കാനായിട്ട് പോവായിരുന്നു. ബക്കറ്റിൽ തുണിയൊക്കെ ആയിട്ട് അലക്കാനായിട്ട് ഒരു അലക്കുകല്ലിന്റെ ചോട്ടിലേക്ക് പോയി. അപ്പോ ഒരു ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. അപ്പൊ ഈ സ്റ്റെപ്പ് നിങ്ങൾ ഓർത്തിരിക്കണം. 1 മുതൽ എന്താണ് 18 വരെയാണ്. ഇപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് 1, 2, അത് കഴിഞ്ഞ 3, 4 അല്ല. പിന്നെ ഏത് ഗ്രൂപ്പാണ് വരുന്നത്? 1, 2 ഗ്രൂപ്പ് കഴിഞ്ഞ പിന്നെ ഏത് ഗ്രൂപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 13ാമത്തെ ഗ്രൂപ്പ് മുതൽ 18 വരെയാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് ഓർത്തിരിക്കാലോ. 1ാം ഗ്രൂപ്പ്, 2ാം ഗ്രൂപ്പ്, പിന്നെ 3ാം ഗ്രൂപ്പ് ആണോ വരുന്നത്? അല്ല, 13ാം ഗ്രൂപ്പാണ്. പിന്നെ 13 മുതൽ 18 വരെയാണ് ഗ്രൂപ്പ് എന്ന് ഓർക്കുക. അതിൽ 1ാം ഗ്രൂപ്പ് എങ്ങനെ ഓർക്കുക? ആൽക്കലി ലോഹങ്ങൾ. അമ്മ അലക്കാനായി ബക്കറ്റിൽ തുണിയുമായിട്ട് എങ്ങോട്ട് പോയി? അപ്പൊ ഞാൻ ഈ പറയുമ്പോൾ ഞാൻ പറയുന്നത് വിഷ്വൽ ആയിട്ട് നിങ്ങൾ മനസ്സിൽ കാണണം. അമ്മ അലക്കാനായിട്ട് ഒരു ബക്കറ്റിൽ തുണിയും എടുത്ത്, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അമ്മേനോ ആലോചിച്ചു, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യും. തുണിയുമായിട്ട് അലക്കുകല്ലിന്റെ ചോട്ടിലേക്ക് പോയി. ഇനി നെക്സ്റ്റ് 2ാം ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. അപ്പൊ ഈ ഒരു അലക്കുകല്ലിരിക്കുന്നത് ഒരു പോസ്റ്റിന്റെ ചുവട്ടിലാണെന്ന് ഓർക്കുക. ഈ പോസ്റ്റിൽ നിന്ന് എർത്ത് ലൈൻ പോയിട്ടില്ലേ, താഴത്ത് ഭൂമിയിലേക്ക് ഒരു എർത്ത് ലൈൻ പോയിട്ടില്ലേ, അത് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. അപ്പൊ ഇപ്പോ അലക്കുകല്ല് എവിടെ ഇരിക്കുന്നേ? പോസ്റ്റിന്റെ ചുവട്ടില. പോസ്റ്റിൽ എന്തുണ്ട്? എർത്ത് ലൈൻ താഴത്തേക്ക് പോയിട്ടുണ്ടെന്ന് ഓർക്കുക. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 2ാം ഗ്രൂപ്പ് കഴിഞ്ഞ പിന്നെ എന്തിലേക്ക് വരണം? 13ാം ഗ്രൂപ്പിലേക്ക് വരണം. അപ്പൊ ഇങ്ങനെ അമ്മ അലക്കിക്കൊണ്ടിരുന്നപ്പോ നിങ്ങൾ എന്നിട്ട് അമ്മയോട് പറയുവാണ്, എന്താണ്? ബോറടിച്ചിട്ട് വയ്യ അമ്മേ, ആകെ ബോറടിയാ. 13ാം ഗ്രൂപ്പ് എന്താ? ബോറോൺ കുടുംബം. ഞങ്ങൾക്ക് എല്ലാവർക്കും, വീട്ടിലെല്ലാവർക്കും ബോറടിക്കും അമ്മയെന്ന് പറയണം. അപ്പോ 14ാം ഗ്രൂപ്പ് എന്ന് പറയുക, അമ്മ അപ്പൊ പറയുന്നു ബോറടിക്കുകയാണെങ്കിൽ കാറൊന്ന് കഴുകിയിട് എന്ന് പറയുന്നു. അപ്പൊ ബോറോൺ കുടുംബം, അപ്പൊ ബോറടിക്കുകയാണ്. അപ്പൊ അമ്മ പറയുന്നു ബോറടിക്കുകയാണെങ്കിൽ പോയി കാറൊന്ന് കഴുകിയിട്ടെ. കാർബൺ കുടുംബം. ഓക്കെ, കാർബൺ കുടുംബം. അപ്പൊ നമ്മൾ പറയുന്നു ശരിയാ, കാറ് കഴുകിയിടാം. കാറ് കഴുകിയിട്ടിട്ട് നമുക്ക് വൈകുന്നേരം ഒരു ട്രിപ്പ്, നൈറ്റ് നമുക്കൊരു ട്രിപ്പ് പോയാലോ എന്ന് നമ്മൾ ചോദിക്കുന്നു. അപ്പൊ അമ്മ ചോദിക്കുന്നു, നൈറ്റ് ഇപ്പൊ എന്തിനാ ട്രിപ്പ് പോകുന്ന? അപ്പൊ നമ്മൾ പറയുന്നു, നല്ല ഓക്സിജൻ ശ്വസിക്കാനായിട്ട് നമുക്ക് നൈറ്റ് ട്രിപ്പ് പോവാം. അപ്പൊ അമ്മ പറയുന്നു, എന്നാ പിന്നെ ട്രിപ്പ് പോയേക്കാം. അപ്പൊ ഹാളിലിരിക്കുന്ന നമ്മുടെ മുത്തശ്ശിയോട് നമ്മൾ വിളിച്ചു ചോദിക്കുന്നു. അപ്പൊ ഹാളിലിരിക്കുന്ന മുത്തശ്ശിയോട്, മുത്തശ്ശി ഹാലോജനുകൾ, ഹാളിൽ ഹാലോജനുകൾ. അതായത് മുത്തശ്ശി ഞങ്ങൾ നൈറ്റ് ട്രിപ്പ് പോകുന്നുണ്ട്, മുത്തശ്ശി വരുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നു. ഹാളിൽ ഇരിക്കുന്ന മുത്തശ്ശിയോട്. അത് നമ്മൾ മുറ്റത്താണല്ലോ നിൽക്കുന്നേ, വിളിച്ചു ചോദിക്കുന്നു. അപ്പൊ മുത്തശ്ശിക്ക് നൈറ്റും ട്രിപ്പ് വരാൻ ഇഷ്ടമൊന്നുമല്ല, അതിന്റെ താല്പര്യമൊന്നുമില്ല. അലസമായിട്ട് ഒരു താല്പര്യമൊന്നുമില്ല. അപ്പൊ അലസവാതകങ്ങൾ എന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ക്ലൂ ആണ്, പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഇതേ രീതിയിൽ ഈ ഒരു മെത്തേഡ്, ഈ ഒരു സ്റ്റോറി ഫോളോ ചെയ്യുക. അപ്പം കൃത്യമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ചുമ്മാ തമാശയായിട്ട് തോന്നുമെങ്കിൽ, പക്ഷെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അന്ന് ഈ ചോദ്യം, ഇപ്പൊ 14ാമത്തെ ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ പേര് അല്ലെങ്കിൽ കുടുംബം ഏതാണെന്ന് ഓപ്ഷൻ നമുക്ക് കൃത്യമായിട്ട് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഈ സ്റ്റോറി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ വീണ്ടും സ്റ്റോറി പറയാം, ഉപയോഗപ്പെടുത്തുന്നവർ ഉപയോഗപ്പെടുത്തുക. അതല്ല, ഇതിലും നല്ല സ്റ്റോറി നിങ്ങളുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ ഇതിന് നല്ല കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്ത് വെക്കുക. കാണാണ്ട് പഠിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അപ്പൊ 1ാം ഗ്രൂപ്പ് എങ്ങനെയാണ്? അമ്മ 1 മുതൽ
ഒന്ന് രണ്ടാം ഗ്രൂപ്പ്, പിന്നെ 13, 14, 15, 16, 17, 18 ഗ്രൂപ്പ് വരെയാണെന്ന് ഓർക്കുക. മൂന്നാം ഗ്രൂപ്പ് അല്ല കേട്ടോ. പിന്നെ 1 കഴിഞ്ഞാൽ പിന്നെ 2 കഴിഞ്ഞാൽ ഏതാ വരുന്നേ? 13ാം ഗ്രൂപ്പാണ് വരുന്നതെന്ന് മനസ്സിൽ ഓർക്കുക കേട്ടോ. അപ്പോ അലക്കാനായിട്ട് അമ്മ പോകുന്നു. ഒന്നാം ഗ്രൂപ്പ് ആൽക്കലി ലോഹം. രണ്ടാം ഗ്രൂപ്പ് എന്താണ്? ആൽക്കലി എർത്ത് ലോഹങ്ങൾ. അതായത് നമ്മൾ എവിടെ നിന്ന് അമ്മ തുണി അലക്കുന്നത്? പോസ്റ്റിന് ചോട്ടിൽ നിന്നാണ്. പോസ്റ്റിൽ എന്താണ്? ഒരു എർത്ത് താഴത്തേക്ക് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ 13ാം ഗ്രൂപ്പ്. അമ്മോട് പറയുന്നു, അമ്മ ബോറടിക്കുകയാണ്. 14ാം ഗ്രൂപ്പ്. അപ്പം എന്നും അമ്മ മറുപടി പറയുന്നു, ബോറടിക്കുകയാണെങ്കിൽ പോയി കാറ് കഴുകുക. 15ാം ഗ്രൂപ്പ്, ശരിയാ, കാറ് കഴുകിയിടാം, എന്നിട്ട് നമുക്ക് നൈറ്റ് ഒരു ട്രിപ്പ് പോകാം. അപ്പൊ അമ്മ ചോദിക്കുന്നു, നൈറ്റ് ഇപ്പൊ എന്തിനു ട്രിപ്പ് പോകുന്നേ? അപ്പൊ നമ്മൾ പറയുന്നു എന്താ? 16ാം ഗ്രൂപ്പ് ഓക്സിജൻ, നല്ല ഓക്സിജൻ ശ്വസിക്കാനായിട്ട് പോകാം. അമ്മ പറയുന്നു, ശരി എന്നാ പോകാം. 17ാം ഗ്രൂപ്പ് എന്താണ്? ഹാളിലിരിക്കുന്ന മുത്തശ്ശിയോട് നമ്മൾ വിളിച്ചു ചോദിക്കുന്നു, ഇങ്ങനെ ട്രിപ്പ് പോകുന്നുണ്ടോ, മുത്തശ്ശി വരുന്നുണ്ടോ എന്ന്. അപ്പൊ 18ാം ഗ്രൂപ്പ് മുത്തശ്ശിക്ക് താല്പര്യമില്ല വരാൻ. അപ്പൊ അലസവാതകങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്നതാണ്. അപ്പൊ ഇതിനകത്ത് മൂലകങ്ങൾ ഒന്നാം ഗ്രൂപ്പിൽ ആൽക്കലി ലോഹങ്ങൾ ഏതൊക്കെയാ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം, ഹൈഡ്രജൻ ഒന്നാം ഗ്രൂപ്പ് മൂലം അല്ലെങ്കിൽ ആൽക്കലി ലോഹമല്ല. അപ്പൊ ഹൈഡ്രജൻ ഒന്നാം ഗ്രൂപ്പ് മൂലകമാണെങ്കിലും എന്താണ്? അതൊരു ആൽക്കലി ലോഹമല്ല എന്നുകൂടി ഓർത്തിരിക്കുക കേട്ടോ. രണ്ടാം ഗ്രൂപ്പ് ആൽക്കലി എർത്ത് ലോഹങ്ങൾ ഏതാ? ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. 13ാം ഗ്രൂപ്പ് ബോറോൺ കുടുംബം. ബോറോൺ, അലുമിനിയം, ഗാലിയം, എന്താണ്? ഇൻട്രിയം, താലിയം, നിഹോണിയം. ഇനി 14ാം ഗ്രൂപ്പ് കാർബൺ, സിലിക്കൺ, ജെർമേനിയം, അതുപോലെ എന്താണ്? ടിന്ന്, ലെഡ്, ഫ്ലോറോബിയം. ഈ 15ാം ഗ്രൂപ്പ് നൈട്രജൻ, ഫോസ്ഫറസ്, ആർസിക്, ആന്റിമണി, ബിസ്മിത്ത്, മോസ്കോവിയം. ഇനി 16ാം ഗ്രൂപ്പ് ഓക്സിജൻ, സൾഫർ, സെലിനിയം, ടെൽഷ്യം, പൊളോണിയം, ലിബറമോണിയം. ഇനി 17ാം ഗ്രൂപ്പ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസിറ്റിൻ, ടെന്നിസൺ. ഇനി 18ാം ഗ്രൂപ്പ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, എന്താണ്? ഓഗനസ്റ്റോൺ. ഇത്രയുമാണ് വരുന്നത്. ഇനി 3 മുതൽ 12 ഗ്രൂപ്പ് മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് എന്ത്? 3 മുതൽ 12 ഗ്രൂപ്പ് മൂലകങ്ങൾ ഏതൊക്കെയാണ്? സംക്രമണ മൂലകങ്ങളാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളെയാണ് ഈ സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഡി ബ്ലോക്ക് മൂലകങ്ങളാണ് ഏത്? സംക്രമണ മൂലകങ്ങൾ. ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന്റെ ഉള്ളിലുള്ള ഷെല്ലിലാണ്. ബാഹ്യതമ ഷെല്ലിന്റെ ഉള്ളിലുള്ള ഷെല്ലിലാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക. സംക്രമണ മൂലകങ്ങളുടെ പ്രത്യേകത എന്താ? വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നു, ലോഹസങ്കരങ്ങൾ ഉണ്ടാക്കുന്നു, നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്ന എന്താണ്? ഈ സംക്രമണ മൂലകങ്ങളുടെ പ്രത്യേകത കൂടിയാണ് കേട്ടോ. അപ്പൊ 1 മുതൽ 12 ഗ്രൂപ്പ് മൂലകങ്ങളാണ് എന്ത്? സംക്രമണ മൂലകങ്ങൾ. ഡി ബ്ലോക്ക് മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിലെ ഉള്ളിലുള്ള ഷെല്ലിലാണ്. സംക്രമണ മൂലകങ്ങളുടെ പ്രത്യേകത എന്താ? വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നു, ലോഹസങ്കരങ്ങൾ ഉണ്ടാക്കുന്നു, നിറമുള്ള സംയുക്തങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ഡി ബ്ലോക്കിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ് കേട്ടോ. അപ്പൊ ഡി ബ്ലോക്കിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാ? 10 ആണ്. ഒരു പീരിയോഡിക് ടേബിൾ 3ാം പീരീഡ് മുതലാണ് സംക്രമണ മൂലകങ്ങൾ ആരംഭിക്കുന്നത്. അപ്പൊ ഏത് മുതലാണ് ആരംഭിക്കുന്നത്? 3ാം പീരീഡ് മുതലാണ് സംക്രമണ മൂലകങ്ങൾ ആരംഭിക്കുന്നത്. സംക്രമണ മൂലകങ്ങൾ ആദ്യത്തെ വരി ആരംഭിക്കുന്നത് സ്കനേഡിയം മുതലാണ്. അപ്പൊ സ്കനേഡിയം മുതലാണ് എന്ത് സംഭവിക്കുന്നത്? സംക്രമണ മൂലകങ്ങൾ ആദ്യത്തെ വരി ആരംഭിക്കുന്നതെന്ന് ഓർക്കുക. ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ആൽക്കലി ലോഹങ്ങൾ. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിൽ എന്ത് ഉൾപ്പെടുന്നു? ആൽക്കലി ലോഹങ്ങൾ ഉൾപ്പെടുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പിൽ ആൽക്കലി എർത്ത് ലോഹങ്ങൾ ഉൾപ്പെടുന്നു. എന്താണ്? ആൽക്കലി എർത്ത് ലോഹങ്ങളാണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. ഇനി നമ്മൾ പറഞ്ഞിട്ട് ഒന്നാമത്തെ ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ, രണ്ടാമത്തെ ആൽക്കലി എർത്ത് ഗ്രൂപ്പ്. അങ്ങനെ 13 എന്തായിരുന്നു? 13 ബാഹ്യതമ എസ് സബ്ഷെല്ലിൽ ഇലക്ട്രോണിന്റെ എണ്ണം ഗ്രൂപ്പ് നമ്പർ ആയിരിക്കും. അപ്പൊ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യതമ എസ് ഷെൽ സബ്ഷെല്ലിൽ ഇലക്ട്രോണിന്റെ എണ്ണം എപ്പോഴും എന്തായിരിക്കും? ഗ്രൂപ്പ് നമ്പർ ആയിരിക്കും എന്ന് ഓർക്കുക കേട്ടോ. സോഡിയത്തിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാ? 1. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളുടെ മൂലകങ്ങളാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ. പി ബ്ലോക്ക് എവിടെ മുതൽ എവിടെ വരെയാ? 13 മുതൽ 18 വരെയാണെന്ന് ഓർക്കുക. 1, 2, 13, 18 ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ പ്രാതിനിധ്യ മൂലകങ്ങൾ. എന്താണ്? 1, 2, 13, 18 ഗ്രൂപ്പിലെ മൂലകങ്ങൾ എങ്ങനത്തെയാ? പ്രാതിനിധ്യ മൂലകങ്ങളാണ്. പി ബ്ലോക്ക് മൂലകങ്ങളും ബാഹ്യ എസ് പി സബ്ഷെല്ലിലെ ആകെ ഇലക്ട്രോണിന്റെ എണ്ണത്തോടെ 10 കൂടുന്നതിനനുസരിച്ച് ഗ്രൂപ്പ് നമ്പർ വരുന്നു. ചാൽക്കോജനുകൾ എന്നറിയപ്പെടുന്ന 16ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങൾ. അപ്പൊ ചാൽക്കോജനുകൾ എന്നറിയപ്പെടുന്ന എന്താ? 16ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളാണ്. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകം ഏതാ? 16ാമത്തെ ഗ്രൂപ്പില് അത് ഓക്സിജൻ ആണ്. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകമാണ് ഏത്? ഓക്സിജൻ. എന്താണ്? ടെക്നീഷ്യത്തിന്റെ ആറ്റോമിക നമ്പർ എത്രയാ? 43 ആണ് ടെക്നീഷ്യത്തിന്റെ ആറ്റോമിക നമ്പർ കേട്ടോ. ടെക്നീഷ്യൻ കണ്ടുപിടിച്ച ആരാണ്? കാർലോ പെരിയറും എന്താണ് എമിലിയോ സെഗ്രയും ചേർന്നിട്ടാണ് ടെക്നീഷ്യം കണ്ടുപിടിച്ചത് 1937. ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ള മൂലകം മൊത്തം എത്രയാ?
118 സ്വാഭാവിക മൂലകങ്ങൾ അതിനകത്ത് 92 സ്വാഭാവികമാണ്. മൊത്തം 118 കണ്ടുപിടിച്ചിട്ടുണ്ട്. 92ാമത്തെ മൂലകം ഏതാ? യുറേനിയമാണ്. ഏതാണ്? യുറേനിയമാണ് എന്ന് ഓർക്കുക കേട്ടോ. ആറ്റോമിക നമ്പർ 92 മുകളിൽ വരാത്തതും കൃത്രിമമായി നിർമ്മിച്ചതുമായുള്ള മൂലകങ്ങളാണ് സിന്തറ്റിക് മൂലകങ്ങൾ. അപ്പൊ ആറ്റോമിക നമ്പർ 92 മുകളിൽ വരാത്തതും കൃത്രിമമായി നിർമ്മിച്ചുള്ള മൂലകങ്ങളാണ് സിന്തറ്റിക് മൂലകങ്ങൾ, അതായത് യുറാനിക് മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. യുറേനിയത്തിന് ശേഷം വരുന്ന മൂലകങ്ങളാണ് ഏത്? ട്രാൻസ് യുറാനിക് മൂലകങ്ങൾ. അപ്പൊ യുറേനിയത്തിന് ശേഷമായിരുന്നു എന്ത് വരുന്നത്? ഈ ഒരു ട്രാൻസ് യുറാനിക് മൂലകങ്ങൾ വരുന്നത്. ഫോട്ടോകോപ്പി യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന മൂലകം സെലീനിയമാണ്. ഫോട്ടോകോപ്പിയിൽ ഉപയോഗിക്കുന്നു? സെലീനിയം ഉപയോഗിക്കുന്നു. അപ്പൊ ടെക്നീഷ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 43 ടെക്നീഷ്യൻ കണ്ടുപിടിച്ച എമിലിയോ സെലഗ്രേം കാർലോ പെരിയറും ചേർന്നിട്ടാണ് ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുള്ള മൂലകം 118. സ്വാഭാവിക മൂലകങ്ങൾ 92. 92ാമത്തെ മൂലകം എന്ന് പറയുന്നത് യുറേനിയം ആണെന്ന് കൂടി ഓർക്കുക. എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥകൾ പ്രകടിപ്പിക്കുന്നു. ആന്റിനോഡുകൾ ഭൂരിഭാഗവും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളായിരിക്കും. ആന്റിനോഡുകളിൽ പലതും കൃത്രിമ മൂലകങ്ങളായിരിക്കും. പല മൂലകങ്ങളും ഉൽപ്രേരകങ്ങളായി പെട്രോളിയം വ്യവസായത്തിന് ഉപയോഗിക്കുന്നു. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് എഫ് ബ്ലോക്ക് മൂലകങ്ങളായിരിക്കും കേട്ടോ. അപ്പൊ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ആക്ടിനോയിഡുകൾ ഭൂരിഭാഗവും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. ആക്ടിനോയിഡുകൾ പലതും കൃത്രിമ മൂലകങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത്. പല മൂലകങ്ങളും ഉൽപ്രേരകങ്ങളായി പെട്രോളിയം വ്യവസായത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന എന്താണ്? എഫ് ബ്ലോക്ക് മൂലകങ്ങൾ, അതായത് യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം ആണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി പീരിയോഡിക് ടേബിളിലെ 18ാം ഗ്രൂപ്പ് മൂലകങ്ങളെ ഉത്കൃഷ്ടവാതകങ്ങൾ എന്നറിയപ്പെടുന്നു. പീരിയോഡിക് ടേബിളിൽ 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്? ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ മറ്റു മൂലകങ്ങളുമായി സംയോജിക്കാത്തതിനാൽ ഇവ അറിയപ്പെടുന്ന അലസവാതകങ്ങൾ എന്നുകൂടി അറിയപ്പെടുന്നു. 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ത് ചെയ്യുന്നില്ല? മറ്റു മൂലകങ്ങളുമായി സംയോജിക്കാത്തതിനാൽ ഇവ അലസവാതകങ്ങൾ എന്നുകൂടി അറിയപ്പെടുന്നു. റഡോൺ ഒഴികെ മറ്റെല്ലാം ഉത്കൃഷ്ടവാതകങ്ങളും അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നു. റഡോൺ ഒഴികെയുള്ള ബാക്കി എല്ലാ ഉത്കൃഷ്ടവാതകങ്ങളും എവിടെയാണ്? അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നുണ്ട്. 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന അവ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അപൂർവവാതകങ്ങൾ. അപ്പൊ അപൂർവവാതകങ്ങൾ റെയർ ഗ്യാസസ് എന്ന് അറിയപ്പെടും. കാരണം 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് കൊണ്ട് ഇവയെ അപൂർവവാതകങ്ങൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. 0 ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. 0 ഗ്രൂപ്പ് മൂലകങ്ങൾ ഏതാ? ഉത്കൃഷ്ടവാതകങ്ങളാണ്. ഉത്കൃഷ്ടവാതകങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെറനോൺ, റെഡോൺ, ഓക്സിറ്റോൺ തുടങ്ങിയവയൊക്കെ എന്താണ്? ഉത്കൃഷ്ട വാതകങ്ങളാണ്. അപ്പൊ ഈ ഒരു ടേബിളിൽ 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ എന്താണ്? ഉത്കൃഷ്ടവാതകങ്ങൾ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ മറ്റു മൂലകങ്ങളുമായി സംയോജിക്കാത്തതിന് ഇവ അറിയപ്പെടുന്നത് അലസവാതകങ്ങളാണ്. റെഡോൺ ഒഴികെയുള്ള ഉത്കൃഷ്ടവാതകങ്ങൾ അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്നുണ്ട്. ഇതിൽ റെഡോൺ മാത്രം എന്താണ്? അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നില്ല. ബാക്കി എല്ലാ ഉത്കൃഷ്ടവാതകങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അന്തരീക്ഷത്തിൽ കാണാനായിട്ട് സാധിക്കും. 0 ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഉത്കൃഷ്ടവാതകങ്ങളെ കണ്ടെത്തിയത് വില്യം റാംസെ ആണ്. ഉത്കൃഷ്ടവാതകങ്ങൾ ഏതൊക്കെയാ? ഹീലിയം, റയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെറോൺ, റെഡോൺ, ഓഗസ്റ്റോൺ ആണ്. പിന്നെ റെഡോൺ മാത്രം ഒഴികെയുള്ള ബാക്കിയെല്ലാം നമുക്ക് അന്തരീക്ഷത്തിൽ കാണാൻ സാധിക്കുന്നവയാണ്. അപ്പൊ ഈ വാതകങ്ങൾ, ഉത്കൃഷ്ടവാതകങ്ങൾ കണ്ടുപിടിച്ചത് ആരാ? വില്യം റാംസെ ആണ് കേട്ടോ. ഉത്കൃഷ്ടവാതങ്ങളുടെ നിഷ്ക്രിയ സ്വഭാവത്തിന് കാരണം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ലൂയിസ് കോസൽ ആണ്. ലൂയിസും കോസലും ചേർന്നിട്ടാണ് ഉത്കൃഷ്ടവാതകങ്ങളുടെ നിഷ്ക്രിയ സ്വഭാവത്തിന് കാരണം കണ്ടെത്തിയത്. ഉത്കൃഷ്ടവാതകങ്ങളുടെ സംയോജകത എപ്പോഴും എത്രയായിരിക്കും? 0 ആയിരിക്കും കേട്ടോ. ഉത്കൃഷ്ടവാതകങ്ങളുടെ സംയോജകത 0 ആയിരിക്കും. ഉത്കൃഷ്ടവാതകങ്ങളെ കണ്ടെത്തിയത് വില്യം റാംസെ ആണ്. ഉത്കൃഷ്ടവാദ നിഷ്ക്രിയ സ്വഭാവത്തിന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ലൂയിസും അതുപോലെ കോസലുമാണ്. ഉത്കൃഷ്ടവാതകങ്ങളുടെ സംയോജകത എപ്പോഴും 0 ആയിരിക്കും. ഉത്കൃഷ്ടവാതകങ്ങളുടെ ഇലക്ട്രോൺ അഫിനിറ്റി എത്രയായിരിക്കും? അതും 0 ആയിരിക്കും. അഷ്ടക നിയമം പാലിക്കാത്ത 0 ഗ്രൂപ്പ് മൂലകമാണ് ഏത്? ഹീലിയം. അപ്പൊ അഷ്ടക നിയമം പാലിക്കാത്ത 0 ഗ്രൂപ്പ് ഹീലിയമാണ്. ഹീലിയത്തിന്റെ താപനില എത്രയാ? 4.2 ഹീലിയത്തിന്റെ തിളനില വരുന്നത്. ഹീലിയത്തിന്റെ തിളനില എത്രയാ? 4.2 ആണ് കേട്ടോ. പരസ്യ ബോർഡുകളിലും ട്യൂബ് ലൈറ്റുകളിലും ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകമാണ് ഏത്? നിയോൺ. ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം റെഡോൺ ആണ്. വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ആക്റ്റീവ് ഉള്ള വാതകമാണ് ഏത്? റെഡോൺ എന്ന് പറയുന്നത്. വായുവിൽ അടങ്ങിയ അപൂർവ അലസവാതകം ആർഗൺ ആണ്. ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം ആർഗൺ ആണ്. ആർഗൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അലസൻ എന്നാണ് കേട്ടോ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകവും എന്ത് തന്നെയാണ്? ആർഗൺ ആണ്. അപ്പൊ ഉത്കൃഷ്ട വാതകങ്ങളുടെ ഇലക്ട്രോ അഫിനിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. അഷ്ടക നിയമം പാലിക്കാത്ത 0 ഗ്രൂപ്പ് മൂലകമാണ് ഏത്? ഹീലിയം എന്ന് പറയുന്ന പരസ്യ ബോർഡുകളിലും ട്യൂബ് ലൈറ്റുകളിലും ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകം ഏതാ?
അത് നിയോൺ ആണ്. ഏറ്റവും സാന്ദ്രത കൂടിയ വാതകമാണ് റെഡോൺ. വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലക വാതകം റെഡോൺ ആണ്. വായുവിൽ അടങ്ങിയ ഒരു അപൂർവ അലസ വാതകം ഏതാ? ആർഗൺ ആണ്. ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം ആർഗൺ. ആർഗൺ എന്ന വാക്കിന് അർത്ഥം എന്താണ്? അലസൻ എന്നാണ്. വായു സംവേദിയായ ഏതു വസ്തുക്കളെ പരീക്ഷണശാലയിൽ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഏത്? ആർഗൺ എന്ന് പറയുന്നത്. അപ്പൊ വായു സംവേദിയായിട്ട് വസ്തുക്കളെ പരീക്ഷണശാലയിൽ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താ? ആർഗൺ ആണെന്ന് ഓർക്കുക കേട്ടോ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഏതാ? ഹീലിയം ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകമാണ് ഹീലിയം. ഏറ്റവും ഭാരം കുറഞ്ഞ രണ്ടാമത്തെ മൂലകം ഏതാ? ഹീലിയമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ രണ്ടാമത്തെ മൂലകം ഹീലിയമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ട വാതകം ഏത് തന്നെയാണ്? ഹീലിയം തന്നെയാണ്. അപ്പൊ ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ട വാതകം ഹീലിയമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ രണ്ടാമത്തെ മൂലകം ഹീലിയമാണ്. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം, സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഏതാ? ഹീലിയമാണ്. ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഫലമായി സൂര്യന് രൂപം കൊള്ളുന്ന വാതകം. ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഫലമായിട്ടാണ് എന്ത് സൂര്യൻ രൂപം കൊള്ളുന്നത്? ഹീലിയം രൂപം കൊള്ളുന്നത്. ഏറ്റവും കുറഞ്ഞ തിളനില ഉള്ള മൂലകവും ഏത് തന്നെയാണ്? ഹീലിയം തന്നെയാണ്. സൂപ്പർ ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്ന വാതകമാണ് ഏത്? ഹീലിയം. സൂപ്പർ ഫ്ലൂയിഡ് എന്നാണ് എന്ത് അറിയപ്പെടുന്നത്? ഹീലിയം അറിയപ്പെടുന്നത്. എയർഷിപ്പുകളിൽ നിലവിൽ ഉപയോഗിക്കുന്ന വാതകം ഹീലിയമാണ്. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈഡ്രജൻ ആയിരുന്നു. അപ്പൊ നിലവിൽ ഉപയോഗിക്കുന്നത് ഹീലിയമാണ്. അപ്പൊ ഏറ്റവും ഭാരം കുറഞ്ഞ രണ്ടാമത്തെ മൂലകം, ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ട വാതകം, സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ വാതകം, ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഫലമായി സൂര്യനിൽ ഉണ്ടാകുന്ന വാതകം, ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകം, സൂപ്പർ ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്നത്, എയർഷിപ്പുകൾ നിലവിൽ ഉപയോഗിക്കുന്ന ഒക്കെ എന്താണ്? ഇതൊക്കെ ഹീലിയമാണ്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. അപ്പൊ ഓക്സീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ ഓക്സീകരണം വിളിക്കുന്നത്. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന പ്രവർത്തകരണം നിരോക്സീകരണം. അപ്പൊ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് ഓക്സീകരണം, സ്വീകരിക്കുന്നത് നിരോക്സീകരണം എന്ന് ഓർക്കുക കേട്ടോ. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥ സൂചിപ്പിക്കുന്ന സംഖ്യ ഏതാണ്? ഓക്സിഡേഷൻ നമ്പർ ആണ്. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥ സൂചിപ്പിക്കുന്ന സംഖ്യ ഏതാ? ഓക്സിഡേഷൻ നമ്പർ ആണ്. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഓക്സീകരണ അവസ്ഥയുടെ തുക എപ്പോഴും എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ അറിയപ്പെടുന്ന നിരോക്സികാരി എന്നാണ്. രാസപ്രവർത്തനത്തില് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നവ എന്തറിയപ്പെടുന്നു? നിരോക്സികാരി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന തന്മാത്രയാണ് നിരോക്സികാരി. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന തന്മാത്ര ഏതാ? നിരോക്സികാരിയാണ്. രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ സ്വീകരിക്കുന്നവയാണ് ഓക്സികാരി, നഷ്ടപ്പെടുന്നത് നിരോക്സികാരി. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന തന്മാത്ര ഓക്സികാരിയും ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനം നിരോക്സീകരണവുമാണ് കേട്ടോ. മാറിപ്പോവരുതേ. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥ സൂചിപ്പിക്കുന്ന സംഖ്യ ഏതാണ്? ഓക്സിഡേഷൻ നമ്പർ ആണ്. ഒരു സംയുക്തത്തിലെ ഘടകമൂലയുടെ ഓക്സീകരണാവസ്ഥ ആകെ തുക 0 ആയിരിക്കും. രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നവ അറിയപ്പെടുന്ന നിരോക്സികാരി എന്നാണ്. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന തന്മാത്ര നിരോക്സികാരിയും രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ സ്വീകരിക്കുന്ന അറിയപ്പെടുന്ന ഓക്സികാരിയും ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന തന്മാത്ര ഓക്സികാരി, ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനം നിരോക്സീകരണവുമാണെന്ന് ഓർക്കുക. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനം ഏതാ? ഓക്സീകരണമാണ്. ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയം നടത്തുന്ന പ്രവർത്തനം റിഡോക്സ് പ്രവർത്തനം. അപ്പൊ റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സീകരണവും നിരോക്സീകരണം ഒരേ സമയത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ദണ്ഡുകളാണ് ഏത്? ഇലക്ട്രോഡുകൾ. അപ്പൊ ഇലക്ട്രോഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ദണ്ഡുകളെയാണ് ഇലക്ട്രോഡുകൾ എന്ന് വിളിക്കുന്നത്. നിരോക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡ് ഏതാ? കാഥോഡാണ്. നിരോക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡ് കാഥോഡാണ്. ഓക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡ് ആനോഡാണ് കേട്ടോ. അപ്പൊ നിരോക്സീകരണം സംഭവിക്കുന്ന എവിടെയാ? ഇലക്ട്രോഡ് കാഥോഡും ഓക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡ് ആനോഡുമാണെന്ന് ഓർത്തിരിക്കാം. ഇനി സെല്ലും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നമുക്ക് നോക്കാം. ഡ്രൈ സെൽ എവിടേക്ക് ഉപയോഗിക്കുന്നു? ഡ്രൈ സെല്ലുകൾ ഉപയോഗിക്കുന്നത് റേഡിയോകൾ, ക്യാമറകൾ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങളൊക്കെ എന്താ ഉപയോഗിക്കുന്നത്? ഡ്രൈ സെല്ല് ഉപയോഗിക്കുന്നു. ഇനി മെർക്കുറി സെല്ലാണെങ്കിലോ വാച്ച്, കാൽക്കുലേറ്റർ, ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ എന്താണ്? മെർക്കുറി സെല്ല് ഉപയോഗിക്കുന്നു. റീചാർജ് ചെയ്യുന്ന ടോർച്ച്, ക്യാമറയിലൊക്കെ എന്താ? നിക്കൽ കാഡ്മിയം സെല്ലാണ് റീചാർജ് ചെയ്യുന്ന ടോർച്ച്, ക്യാമറയിലൊക്കെ ഉപയോഗിക്കുന്നത്. ലിഥിയം അയൺ സെല്ല് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പിലൊക്കെയാണ് ലിഥിയം അയൺ സെല്ല് ഉപയോഗിക്കുന്നത്. ഡ്രൈ സെല്ല് റേഡിയോ, ക്യാമറ, ക്ലോക്ക്, കളിപ്പാട്ടം. മെർക്കുറി സെല്ല് വാച്ച്, കാൽക്കുലേറ്റർ, ഇലക്ട്രിക് ഉപകരണങ്ങൾ. നിക്കൽ കാഡ്മിയം സെല്ല് റീചാർജ് ചെയ്യുന്ന ടോർച്ച്, ക്യാമറകൾ. ലിഥിയം അയൺ സെല്ല് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പുകളൊക്കെ ലിഥിയം അയൺ സെല്ലും ഉപയോഗിക്കുന്നു. ഇനി ഒരു ലായനിയിലെ കുറഞ്ഞ അളവിലുള്ള ഘടകമാണ് ഏത്? ലീനം എന്ന് വിളിക്കുന്നത്. അപ്പൊ ലീനം എന്ന് പറഞ്ഞ എന്താ? ഒരു ലായനിയിൽ കുറഞ്ഞ അളവിലുള്ള ഘടകത്തെയാണ് ലീനം എന്ന് വിളിക്കുന്നത്. ഏതിനാണോ ലീനം ലയിക്കുന്നത് അതാണ് ഏത്? ലായകം. ഒരു ലായനിയിൽ കുറഞ്ഞ അളവിലുള്ള ഘടകമാണ് ഏത്? ലീനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ലായനിയിൽ കുറഞ്ഞ അളവിലുള്ളതാണ് ഏത്? ലീനം. ഏതിലാണോ ലീനം ലയിക്കുന്നത് അതാണ് ഏത്?
ലായകം എന്ന് പറയുന്നത്. അപ്പൊ ഏതിലാണോ ലീനം ലയിക്കുന്നത് അതിനെ എന്ന് വിളിക്കുന്നു? ലായകം എന്ന് വിളിക്കുന്നു. ഒരു ലായനിയിലെ കൂടിയ അളവിലുള്ള ഘടകം ഏതാ? ലായകമാണ്. ഒരു ലായനിയിൽ കൂടിയ അളവിൽ എന്ത് വരുന്നു? ലായകം വരുന്നു. ലീനലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ഏത്? ലായനി. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതിനെ എന്തെന്ന് വിളിക്കുന്നു? ലായനി എന്ന് വിളിക്കുന്നു. പഞ്ചസാരയിലെ പഞ്ചസാര ലീനവും ജലം ലായകവുമാണ്. അപ്പൊ പഞ്ചസാര ലായനി എടുക്കുമ്പോൾ പഞ്ചസാര എന്ന് പറഞ്ഞ എന്തതിനകത്തെ ലീനമാണ്, ജലം എന്തായി മാറുന്നു? ലായകമായി മാറുന്നു. ഒരു നിശ്ചിത അളവിൽ ലായനി ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവാണ് ലായനിയുടെ ഗാഢത. അപ്പോൾ ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവാണ് എന്ത്? ലായനിയുടെ ഗാഢത എന്ന് പറയുന്നത്. ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ ആ മിശ്രിതം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏകാത്മക മിശ്രിതം എന്നറിയപ്പെടുന്നു. അപ്പൊ ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എന്താണ്? ഒരേ അനുപാതത്തിലാണ് അതിൽ ചേർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതെല്ലാ ഘടകങ്ങളും ഒരേ അനുപാതത്തിൽ ചേർന്നിരിക്കുന്ന മിശ്രിതം ഏകാത്മകലായ മിശ്രിതം. നമ്മൾ ഒരു ഉപ്പ് കുറച്ചെടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കുകയാണെങ്കിൽ എന്തിനു ഉദാഹരണമാണ്? ഏകാത്മക ലായകത്തിന് ഉദാഹരണമാണ്. കാരണം എന്താ? ഉപ്പ് എല്ലാ ഒരു ഗ്ലാസ് വെള്ളത്തിലും ഒരേ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ലയിച്ച് ചേർന്നിരിക്കുന്നത് എന്ന് ഓർക്കുക. ഒരു മിശ്രിതത്തിൽ എല്ലാ ഭാഗത്തിലും ഘടകങ്ങൾ ഒരേ അനുപാതത്തിൽ അല്ല ചേർന്നിരിക്കുന്നെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ ഭിന്നകാത്മക മിശ്രിതം എന്ന് വിളിക്കാം. ഒരു മിശ്രിതത്തിൽ എല്ലാ ഭാഗത്തും അത് ഒരുപോലെ അല്ല ചേർന്നിരിക്കുന്നെങ്കിൽ നമുക്ക് അതിനെ എന്ന് വിളിക്കാം? ഒരു ലായനിയെ ഭിന്നകാത്മക മിശ്രിതം എന്ന് വിളിക്കാം. ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മള് ചെളിവെള്ളം, മണ്ണെണ്ണ, വെള്ളം ചേർന്ന മിശ്രിതമൊക്കെ എന്താണ്? കഞ്ഞിവെള്ളം, അതൊക്കെ എന്താ? അതൊക്കെ എന്താ? ഭിന്നാത്മക മിശ്രിതമാണ്. കാരണം എന്താ? അത് എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലായിരിക്കില്ല ചേർന്നിരിക്കുന്നത്. മിശ്രിതത്തിൽ ഘടകങ്ങളെ നഗ്നനേത്രം കൊണ്ട് വേർതിരിച്ച് കാണാൻ കഴിയുന്നു. ഇപ്പൊ എന്താ? ഉപ്പും മണലും, ഇത് ഉപ്പും മണലും കൂടെ വെള്ളത്തിൽ കലക്കുവാണെങ്കിൽ നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ചെളിവെള്ളം കലക്കുവാണെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കും. മണ്ണെണ്ണയും വെള്ളവും ചേർന്ന് കഴിഞ്ഞാൽ മണ്ണെണ്ണ വെള്ളത്തിൽ ഇങ്ങനെ എന്തെടുക്കും? പൊങ്ങി ഇങ്ങനെ കിടക്കും. നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാ? മഗ്നീഷ്യമാണ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ്. സമുദ്രത്തിൽ നിന്നും മഗ്നീഷ്യം വേർതിരിക്കുന്ന പ്രക്രിയ ഡോ പ്രക്രിയ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ ബ്രിഡ്ജിയൻ പ്രക്രിയയിലൂടെ ഉത്പാദിപ്പിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം. കൃത്രിമ കല്ലുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മഗ്നീഷ്യ സംയുക്തം സോറൽ സിമന്റ് ആണ്. അതുപോലെ സെൻട്രൽ ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്ന മഗ്നീഷ്യ സംയുക്തമാണ് സോറൽ സിമന്റ്. മഗ്നീഷ്യം ക്ലോറൈഡിന്റെ മഗ്നീഷ്യം ഓക്സൈഡ് മിശ്രിതമാണ് ഏത്? സോറൽ സിമന്റ് എന്ന് പറയുന്നത്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ആൽക്കൈൽ ലോഹങ്ങൾ ഉൾപ്പെടുന്നവയാണ് ഒന്നാം ഗ്രൂപ്പ് ലിഥിയം മുതൽ ഫ്രാൻസിയം വരെ. അപ്പൊ ഒന്നാം ഗ്രൂപ്പ് ലിഥിയം മുതൽ ഫ്രാൻസിയം വരെ എന്താണ്? ആൽക്കലി ലോഹങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണം ലിഥിയം, സോഡിയം, പൊട്ടാസ്യമാണ്. അപ്പൊ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യമാണ്. കത്തി ഉപയോഗിച്ച് മുറിക്കാൻ പറ്റുന്ന ലോഹങ്ങളാണ് ഏത്? മൃദുലോഹങ്ങൾ. അപ്പൊ കത്തി ഉപയോഗിച്ച് മുറിക്കാൻ സാധിക്കുന്ന ലോഹങ്ങളെയാണ് മൃദുലോഹങ്ങൾ എന്ന് വിളിക്കുന്നത്. മൃദുലോഹങ്ങൾക്ക് ഉദാഹരണം പറയുവാണെങ്കിൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ എന്താ? ഈ മൃദുലോഹങ്ങൾക്ക് ഉദാഹരണമാണ്. ആൽക്കലി ലോഹങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ഒന്നാം ഗ്രൂപ്പ് ലിഥിയം മുതൽ ഫ്രാൻസിയം വരെ. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. കത്തി ഉപയോഗിച്ച് മുറിക്കാൻ പറ്റുന്ന ലോഹങ്ങളാണ് മൃദുലോഹങ്ങൾ. മൃദുലോഹങ്ങൾക്ക് ഉദാഹരണം ഏതാ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യമാണ്. ഇനി പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള പദാർത്ഥമാണ് ഏത്? ലെഡ്. പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള പദാർത്ഥം ലെഡ് ആണ്. ലേസർ രശ്മികൾ കടത്തിവിടാത്ത ലോഹം. ലേസർ രശ്മികൾ കടത്തിവിടാത്ത ഏതാ? ലെഡ് ആണ്. അതിൽ പെട്രോളിൻ ആന്റി നോക്കിംഗ് ഏജന്റ് ഉപയോഗിക്കുന്നത് ലെഡ് ആണ്. പെട്രോളിൻ ആന്റി നോക്കിംഗ് ഏജന്റ് ഉപയോഗിക്കുന്ന ഏതാണ്? ലെഡ് ആണ്. മനുഷ്യന് ഏറ്റവും ഹാനികരമായ ലോഹമാണ് ഏത്? ലെഡ്. കർത്തീയം എന്നറിയപ്പെടുന്ന ലെഡ് ആണ്. വെളുത്തീയം എന്നറിയപ്പെടുന്ന ടിൻ ആണ്. കർത്തീയം, ലെഡ്, വെളുത്തീയം, ടിൻ ആണ്. ലെഡ് വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗമാണ് വൃക്ക. ലെഡിന്റെ വിഷാംശം നമ്മുടെ ശരീരത്തിൽ ബാധിക്കുകയാണെങ്കിൽ ഏത് ഭാഗത്തെയായിരിക്കും ബാധിക്കുന്നത്? വൃക്കയായിരിക്കും ബാധിക്കുന്നത്. ലെഡ് ലയിക്കുന്ന ആസിഡുകൾ നൈട്രിക് ആസിഡും അസിറ്റിക് ആസിഡും ലെഡിൽ ലയിക്കുന്ന ആസിഡുകളാണ്. വാഹനങ്ങളിൽ നിന്നും പുകയില്ലാത്ത പുറന്തള്ളുന്ന ലോഹം ലെഡ് ആണ്. സ്റ്റോറേജ് ബാറ്ററികൾ ഉപയോഗിക്കുന്ന ലോഹം ലെഡ് ആണ്. അപ്പൊ സ്റ്റോറേജ് ബാറ്ററികൾ ലെഡ് ഉപയോഗിക്കുന്നു. വാഹനം പുറകിൽ നിന്ന് പുറന്തള്ളുന്ന ലോഹം ലെഡ് ആണ്. ലെഡ് വിഷാംശം ബാധിക്കുന്ന ശരീരഭാഗം വൃക്കയാണ്. മനുഷ്യരിലെ ഏറ്റവും ഹാനികരമായ ലോഹം ലെഡ് ആണ്. പെട്രോളിയം ആന്റി നോക്കിംഗ് ഏജന്റ് ഉപയോഗിക്കുന്നത് ലെഡ് ആണെന്ന് കൂടി ഓർക്കുക കേട്ടോ. ഇനി നാഗം എന്നറിയപ്പെടുന്ന ഏതാ? സിങ്ക് ആണ് നാഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വേദന പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹമാണ് സിങ്ക്, മെർക്കുറി, കാഡ്മിയം. സ്വേദന പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാ? സിങ്ക്, മെർക്കുറി, കാഡ്മിയമാണ്. ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഏത്? സിങ്ക്. സിങ്ക് എന്താണ്? ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ഒരു ലോഹമാണ്. പൗഡർ, ക്രീം എന്നിവയിൽ ലഭിക്കുന്ന സിങ്ക് സംയുക്തമാണ് എന്ത്? സിങ്ക് ഓക്സൈഡ്. ഇനി നാഗം എന്നറിയപ്പെടുന്നത് എന്താണ്? അത് സിങ്ക് ആണ്. സ്വേദന പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കാൻ ലോഹമാണ് സിങ്ക്, മെർക്കുറി, കാഡ്മിയം. ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാ? ഇൻസുലിൻ അടങ്ങിയിരിക്കുന്നത് സിങ്കിലാണ്. പൗഡർ, ക്രീം എന്നിവയിൽ ലഭിക്കുന്ന സിങ്ക് സംയുക്തമാണ്
സിങ്ക് ഓക്സൈഡ്. പൗഡർ ക്രീം എന്നിവയിൽ എന്താ അടങ്ങിയിരിക്കുന്നത്? സിങ്ക് ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നു. റബ്ബറിലെ ഫില്ലറായി ഉപയോഗിക്കുന്ന സിങ്ക് സംയുക്തമാണ് ഏത്? സിങ്ക് ഓക്സൈഡ് കേട്ടോ. പെയിന്റിലെ വെളുത്ത വർണ്ണം ഉപയോഗിക്കുന്നതും സിങ്ക് ഓക്സൈഡ് ആണ്. പെയിന്റിലെ വെളുത്ത വർണ്ണം സിങ്ക് ഓക്സൈഡ് ആണ്. റബ്ബറിലെ ഫില്ലറായി ഉപയോഗിക്കുന്നത് സിങ്ക് ഓക്സൈഡ് ആണ്. പൗഡർ ക്രീം എന്നിവയിൽ അടങ്ങിയ സിങ്ക് സംയുക്തം സിങ്ക് ഓക്സൈഡ് ആണ്. ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? അതൊക്കെ എന്താ? സിങ്ക് ആണ്. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആര്? നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. ആരാണ് അഷ്ടക നിയമം ആവിഷ്കരിച്ചത്? ന്യൂലാൻഡ്സ് ആണ് അഷ്ടക നിയമം ആവിഷ്കരിച്ചത്. മെൻഡലീവിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാ? നാം പഠിച്ചിരുന്നു. ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ടോപ്പിക് തുടങ്ങിയപ്പോൾ നമ്മൾ പഠിച്ചില്ലേ? ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൂലകങ്ങൾ അവയുടെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമേ വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ആരാണ്? മോസ്ലി ആണ്. ആരാണ്? മോസ്ലി ആണെന്ന് ഓർക്കുക. ഇനി ആധുനിക ആവർത്തന പട്ടികയിലെ ബന്ധപ്പെട്ട ശരിയല്ലാത്തത് ഏതെല്ലാം? ആധുനിക ആവർത്തന പട്ടികയിൽ ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ഇതിൽ ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഇതിൽ ശരി? അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക ആവർത്തന പട്ടികയിൽ ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത് അല്ലെങ്കിൽ ഏതെല്ലാം ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് പിന്നെ അത് ശരിയല്ലാത്തതായിട്ട് വരുന്നത്? ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാത മോസ്ലി ആണ്. ശരിയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാത മെൻഡലീവ് ആണ്. തെറ്റാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ മൂലകങ്ങൾ ഏതൊക്കെയാണ് ഇതിന് ശരി അല്ലാത്തതായിട്ട് വരുന്ന? ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാത മോസ്ലി ആണ്. ശരിയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാത മെൻഡലീവ് ആണ്. തെറ്റാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ മൂലകങ്ങൾ ആറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ശരിയാണ്. ആധുനിക ആവർത്തന പട്ടിക മൂലകങ്ങൾ ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. തെറ്റാണ്. അപ്പോ 2ഉം 3ഉമാണ് ശരി, തെറ്റായിട്ട് വരിക. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആരാണ്? മോസ്ലി ആണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്ന താഴെ പറയുന്നത് ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏതിന്റെയാണ്? ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. പരസ്പരം ബന്ധമില്ലാത്ത തിരിച്ചറിയുക. ഏതൊക്കെയാണ് ഇതിനകത്ത് പരസ്പരം ബന്ധമില്ലാത്തതായിട്ട് വരുന്നത്? സോഡിയം ആൽക്കലിയും ശരിയാണ്. കാൽസ്യം സംക്രമണ ലോഹം തെറ്റാണ്. അലുമിനിയം ബോറോൺ കുടുംബം ശരിയാണോ? ശരിയാണ്. ക്ലോറിൻ ഉത്കൃഷ്ടവാതകം തെറ്റാണ്. 1ഉം 4ഉമാണ്. സോറി, ഇതിനകത്ത് അല്ല കേട്ടോ, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. രണ്ട് കറക്റ്റ് ആണ്. 2 കറക്റ്റ് ആണ്. 3ആണ് തെറ്റായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ശരി ബന്ധമില്ലാത്ത തിരിച്ചറിയാനാണ് പറഞ്ഞേക്കുന്നത്. ബന്ധമില്ലാത്ത ഏതൊക്കെയാണ്? സോഡിയം ആൽക്കലി ലോഹം ശരിയാണ്, ബന്ധമുള്ളതാണ്. സോഡിയം സംക്രമണ ലോഹം ബന്ധമില്ലാത്തതാണ്. അലുമിനിയം ബോറോൺ കുടുംബം ബന്ധം ശരിയാണ്. ക്ലോറിൻ ഉത്കൃഷ്ടവാതകം തെറ്റാണ്. അപ്പോ 2ഉം 4ഉമാണ് തെറ്റ്. 2ഉം 4ഉം ആയതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണത ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? പീരിയോഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു എന്നതാണ് ശരിയായിട്ട് വരുന്നത്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്? ഡി ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ഏതാണ്? പ്ലൂട്ടോണിയം ആണ് ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിക്കുന്ന ഇന്ധനം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണ്? ഏതാണ്? ടെക്നീഷ്യം ആണ് ആദ്യത്തെ കൃത്രിമ മൂലകമായിട്ട് വരുന്നത്. പീരിയോഡിക് ടേബിളിലെ അലസവാദങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും കാണപ്പെടുന്നത്? നമ്മൾ പറഞ്ഞിരുന്നല്ലേ പീരിയോഡിക് പഠിച്ചപ്പോ എത്രയാ ലാസ്റ്റ് വരുന്ന എന്താണ്? മുത്തശ്ശി വിളിക്കുന്നു, ഹാളിലിരിക്കുന്നു. ഹാലജൻ വരുന്നത് ഏതാ? 17. അലസവാതകം മുത്തശ്ശി വരുന്നില്ല എന്ന് പറയുന്നു. 18ാമത്തെ ഗ്രൂപ്പ് എന്താ വരുന്നു? അലസവാതകങ്ങളായിട്ട് വരുന്നു. ആധുനിക പീരിയോഡിക് ടേബിൾ അലസവാദങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? പഠിച്ചിരുന്നല്ലേ? എന്താണ്? അലസവാദങ്ങൾ മുത്തശ്ശി വരുന്നില്ല. സ്റ്റോറി പഠിച്ചില്ലേ? സ്റ്റോറിയിൽ എപ്പോ എന്ത് വരും? 18ാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും വരിക എന്ന് ഓർക്കുക. കാലാവസ്ഥ ബലൂണിൽ നിറച്ചിരിക്കുന്ന ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? ഏതാണ്? ഹീലിയം ആണ്. ഹീലിയം. അഷ്ടക നിയമം പാലിക്കാത്ത 0 ഗ്രൂപ്പ് മൂലകം നമ്മൾ പറഞ്ഞില്ലേ? അഷ്ടക നിയമം പാലിക്കാത്ത 0 ഗ്രൂപ്പ് മൂലകം ഏതാണ്? നമ്മൾ പഠിച്ചിരുന്നു. ഹീലിയം ആണ് അല്ലെ? ആനോഡ് നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ്? ഏതാണ്? ഓക്സിഡേഷൻ. ഇത് നമ്മൾ പഠിച്ചിരുന്നു. ഓക്സിഡേഷൻ ആണ് ആനോഡ് നടക്കുന്ന രാസപ്രവർത്തനം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയുടെ സെക്കൻഡ് ടോപ്പിക് പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ടതും ലായനിയും രാസപ്രവർത്തനങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞു. അപ്പൊ മറക്കണ്ട, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും അസിസ്റ്റന്റ് സെയിൽസ്മാൻ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഗ്രൂപ്പിന്റെ ലിങ്ക്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.